ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ മാല കാണിച്ചു തരാം. പേളിലെ കണ്ടല്ലോ, ഇത് കണ്ടോ, നമ്മളിത് പേളിൽ ചെയ്തിരിക്കുന്ന. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഗിയർ വയറിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ഗിയർ വയറിലല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നൈലോൺ ത്രെഡ്, അതാണ്ട് ഇങ്ങനത്തെ ഒരു ത്രെഡ് കിട്ടും. ഈ നൈലോൺ ത്രെഡിലാണ് ഞാനിത് വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്ന് ഈ നൂല് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ഇതിപ്പോൾ ഞാൻ ചുമ്മാതൊന്നും ഉണ്ടാക്കിയതേ ഉള്ളൂ, ഒരു ലെയറിൽ ഉണ്ടാക്കിയതേ ഉള്ളൂ. പക്ഷേ ഇത് 2 ലെയറൊക്കെ നല്ല രസമാണ്. ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യണം കേട്ടോ, എങ്കിലേ അതിനാ ഒരു ഭംഗി വരത്തുള്ളൂ. കണ്ടോ, ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യണം. പിന്നെ എത്ര ലെയർ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതുകൊണ്ട് ഞാനിത് വന്നിട്ട് ഒരു 5 ലെയറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 5 സ്റ്റെപ്പായിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ചുമ്മാ ഇങ്ങനെ കിടക്കുന്നതാണ്, നല്ല ഭംഗിയാണിത്. ഇത് പള്ളിയിൽ പോകുന്നവർക്കൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, വൈറ്റ് ഡ്രസ്സ് ഇടുന്നവർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഒരുപാട് പേര് പേളിൻ്റെയൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി കാണിക്കുകയാണ്. 3mm, 6mm, 8mm അങ്ങനെ 3 ചേർത്താണ് നമ്മളിത് മിക്സ് ചെയ്താണ് ഈ മാല തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യണം ഒന്നുമില്ല, നിങ്ങളുടേതായ ഐഡിയയിൽ ഇതിൽ മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്ത് ഈ മാല തയ്യാറാക്കാം. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൽ നിന്നെല്ലാം കുറേശ്ശെ എടുത്ത് അങ്ങോട്ട് ഒരു പാത്രത്തിലോട്ട് ഇടുക. പിന്നെ ഇതിൻ്റെ ലോക്ക് കണ്ടോ, ഇത് പ്രസ് ലോക്കാണ്, അതെല്ലാം സിൽവറാണ്. സിൽവർ അതിൻ്റെ ഗിയർ ലോക്കാണിത്, അതിൻ്റെ ലോക്ക് സിൽവറാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഗോൾഡ് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പോൾ വൈറ്റ് പേൾ ആണെങ്കിൽ ശരി, നിങ്ങൾക്ക് ഇനിയും ഇതിൻ്റെ ലോക്ക് വന്നിട്ട് ഗോൾഡ് ആക്കണമെങ്കിൽ ആക്കാം. അപ്പോൾ ലോക്ക് മാറ്റണം, ഗോൾഡ് തന്നെ ആക്കണമെന്നേ ഉള്ളൂ. വേറെ പ്രത്യേകത, ഇത് തന്നെ ക്രിസ്റ്റലിലും നമുക്ക് ചെയ്യാം ഇതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ പേളി ചെയ്ത് നിങ്ങൾക്ക് 2 ലെയറിൻ്റെ കാണിച്ചു തരാം കേട്ടോ. നൈലോൺ ത്രെഡ് ദാണ്ട് ഇത് കണ്ടല്ലോ, നൈലോൺ ത്രെഡ് ഇത് മാക്സിമം ഇച്ചിരി കൂടുതൽ എടുക്കുക. ഇത് ഒന്നിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഇതുപോലെ നമ്മൾ 3 എടുക്കും, 3 ലൈനായിട്ട് എടുക്കും. നല്ല കട്ടി വേണമല്ലോ, ഓൾറെഡി ഇതിന് നല്ല ബലമുള്ളതാണ്. എങ്കിലും നമുക്കൊരു ഇച്ചിരി കട്ടി ഉണ്ടെങ്കിലല്ല ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇവരെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ ഭാഗവും നമ്മൾ കട്ട് ചെയ്യണം. എന്നിട്ട് പശ തേക്കണം. ഇത് നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കണേ പശ. എന്നിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ എൻഡും ഇതുപോലെ തന്നെ നമ്മൾ പശയാക്കണം, കട്ട് ചെയ്തിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലൂസായിട്ട് കിടക്കരുത്, അത് നമ്മുടെ മാലയെ ബാധിക്കും. അത് ഭയങ്കര വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന കാണാം ചില ലെയറൊക്കെ. അതുകൊണ്ട് ഈ നൂല് ഇങ്ങനെ തള്ളി നിൽക്കും, ഗ്യാപ്പ് വരും, അത് വരാൻ പാടില്ല. ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്നും നമ്മൾ പശ തേക്കുന്നില്ല കേട്ടോ, എൻഡുകൾ മാത്രമേ തേക്കുന്നുള്ളൂ. ഇങ്ങനെ 2 പീസ് എടുക്കുക, 2 മാലയ്ക്കുള്ള സെഷൻ എടുക്കുക. ഇതിപ്പോൾ 1 ആയതേ ഉള്ളൂ, അത് നമ്മൾ 3 പശ തേച്ച് നന്നായിട്ട് പശ തേക്കണേ. തേച്ച് ഒരിടത്ത് മാറ്റി അങ്ങ് വെക്കുക. നല്ല ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങാവൂ. ഇതുപോലെ ഒന്നും കൂടി എടുക്കുക. അങ്ങനെ താണ്ട ഈ 2 നൂലും കൂടി നമ്മൾ ചേർത്ത് വെക്കണം. അതിനെ ഒന്നിച്ച് വേണം വെക്കാനായിട്ട്, എങ്കിൽ ഇച്ചിരി പണിയുണ്ട്. സംഭവങ്ങളൊക്കെ നിസ്സാരമാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ എല്ലാത്തിനും കുറച്ച് പണിയുള്ളതാണ്. അതാണ്ട് ഈ ലോക്കിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യണം. ഈ നൂല് മുകളിലോട്ട് കൊണ്ടുവന്ന് ദാണ്ട് ഇതിൻ്റെ ഇവിടെ വെച്ച് നമ്മളിങ്ങനെ പിടിച്ചിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ നമ്മൾ വെച്ചാൽ ഇരിക്കത്തുള്ളേ. അതുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഊന്ന് പോയിക്കളയും. എന്നിട്ട് നമ്മൾ ഇങ്ങനൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. കണ്ടോ, പ്രസ് ചെയ്തിട്ടുണ്ട് ഞാൻ, കാണാമല്ലോ. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നറിയാം. ഞാൻ ഇങ്ങനൊരു സ്ഥലത്ത് ഇരിക്കുന്ന എന്തിനെന്നറിയോ, നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് കുത്തിയിടണം. അല്ലാതെ നമുക്കിത് വർക്ക് ചെയ്യാൻ വലിയ പാടായിരിക്കും, കറക്റ്റ് കിട്ടത്തില്ല. ലോക്കൊക്കെ പോയി നമുക്ക് പ്രസ് ചെയ്യണ്ടേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പിന്നെടുത്ത് കുത്തും. ഇതൊരു കുഷ്യൻ പോലത്തെ ഇതുപോലെ ഉള്ള സ്ഥലത്ത് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ പണ്ട് ഇതുപോലെ ഒരു നൂലിൻ്റെ ഒരു വർക്ക് ഞാൻ കാണിച്ചു തന്നില്ല, അന്നേരം ഞാൻ ഇതുപോലെയായിരുന്നു ചെയ്തിരുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൽ ഒരു നൂലെടുക്കുക. എൻ്റെ പശയായിട്ടില്ലെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് പശ തേക്കണം.
അതുപോലെ ലൂസാക്കിയിട്ട് നമ്മൾ എൻഡ് പശ തേക്കാൻ പോകരുത്. എങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും, ഒരു നൂല് ലൂസായിട്ട് കിടക്കും. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് നടക്കത്തില്ല കേട്ടോ. ഒത്തിരി നാളായില്ലേ നമ്മൾ ഇങ്ങനത്തെയൊക്കെ പരിപാടിയായിട്ടൊക്കെ വന്നിട്ട്. ഈ കഴുത്തിൻ്റെ ഇവിടുന്നേ ലോക്ക് ചെയ്ത് തുടങ്ങണ്ട, നമുക്ക് ഇവിടം തൊട്ട് തുടങ്ങിയാൽ മതി കേട്ടോ. അവിടെ വെച്ച് മുത്ത് കാണിച്ചാൽ മതി. പിന്നെ ദാണ്ട് ഇതുപോലെ നൂല് 2 3 കാണരുത്, അത് ഭയങ്കര വൃത്തിയുടെ. അതുകൊണ്ട് വലിച്ചു വെച്ച് തന്നെ വേണം ഇതിനെ ലോക്ക് ചെയ്യാൻ. ഇങ്ങനെ. എന്നിട്ട് നമ്മൾ അടുത്ത ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസൊക്കെ ഇടാം കേട്ടോ. ഇതിനകത്ത് ഞാൻ 3 സൈസ് പറയുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ ഇത് ഏറ്റവും ചെറിയൊരു സൈസാണ് ഇപ്പോൾ ഇടുന്നത്. 3mm ആദ്യം ഇട്ട്, എന്തായാലും ഇവിടെ നമുക്ക് ചെറുതിട്ടാൽ മതി. അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഒരു ലോക്ക് കൂടി ഇട്ട് കൊടുക്കണം. എങ്കിലെല്ലാം അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാതിരിക്കത്തുള്ളൂ. ഇത് ഇങ്ങനെ വരും. എന്നിട്ട് ഇതിനെ നമ്മൾ ചേർത്ത് വെച്ച്, നിങ്ങൾ ഗ്യാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാൻ സമ്മതിക്കില്ല, ഇതിനെ ചേർത്ത് വെച്ച് തന്നെ നമ്മൾ പ്രസ് ചെയ്യുക. ഇങ്ങനെ വരും. ഇത് അടുത്ത ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അടുത്ത ഇപ്പോൾ ഒരു 6 എണ്ണമാണ് നമ്മൾ 3mm ഇടുന്നെങ്കിൽ അടുത്ത നിങ്ങളൊരു 7 അല്ലെങ്കിൽ ഒരു 5 ഒക്കെ 6mm കൊടുക്കണം. അടുത്ത നമ്മൾ വലിയത് 8mm കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ പോകണം. നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഞാൻ കാണിച്ചു തരാം. സംഭവം മിനുക്ക് പണിയാണ്, പക്ഷേ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, കുട്ടികൾക്കായാലും വലിയവരായാലും ഒക്കെ ഇടുന്നുണ്ട് ഇത്. അടുത്ത ഒരു ഗ്യാപ്പ് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെ വരും. ഇത്രയെങ്കിലും ഒരു അകൽച്ച വേണം, ഒരുപാട് അകന്ന് പോകരുത്. കണ്ടോ, ഇങ്ങനെ ലോക്ക് ചെയ്യുക. സമയം എടുത്ത് വേണം ചെയ്യാൻ, വെപ്രാളം തല്ലി ചെയ്താലേ കറക്റ്റ് കിട്ടത്തില്ല നമുക്ക്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇടാൻ പോകുന്നത് 6mm കാണിക്കാൻ പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 6mm ഇടുന്നത്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അല്ലാതെ നമ്മൾ ഞാൻ പറയുന്ന പോലെ തന്നെ പോകണമെന്നൊന്നുമില്ല. വേണ്ട, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാനായിട്ട് ഒരു ലോക്ക് കൂടി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് അങ്ങ് ചെയ്യുക. അത് കുഴപ്പമില്ല, കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ പൊക്കി പിടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല കേട്ടോ, കറക്റ്റായിരിക്കും. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ടങ്ങ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫുൾ വർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ 3mm തൊട്ട് 6mm 8mm വരെ ചെയ്തതാ മാലയാണ് 2 ലെയറിൻ്റേത്. എന്നിട്ട് ഇത് പഴയതുപോലെ തന്നെ നമ്മൾ എൻഡിൽ പശ തേക്കുക. പശ തേച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്രസ്സിങ്ങിലേക്ക് നമ്മൾ വെക്കേണ്ടത്. ഈ നൂല് നമ്മൾ എൻഡിൽ ഇങ്ങനെ പിടിക്കുക, അല്ലാതെ നമ്മുടെ കയ്യിൽ ഇത് നിൽക്കത്തില്ല. എന്നിട്ട് ഇതിനെ രണ്ടിനെ കൂടെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്യുക. സംഭവം സൂപ്പറാണ് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ഈ നൂലിങ്ങനെ പൊങ്ങി വന്നിരിക്കും, അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു വെച്ചാൽ മതി, തീർന്നു പ്രശ്നം. ഇനി ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ത്രെഡ് കൊടുക്കുക, അതല്ല നമുക്ക് ഹൂക്ക് ആൻഡ് ചെയിൻ വേണമെങ്കിൽ കണക്ട് ചെയ്യുക. സ്പ്രിങ് കൂടെ ഇട്ട് കണക്ട് ചെയ്താൽ മതി. എന്നിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കയറി ഇറങ്ങിയിരിക്കുമല്ലോ, അത് കണക്കാക്കി നമ്മളിങ്ങനെ ചെയ്യണം. മൊത്തം കുറച്ചും കയറ്റി ഇറക്കി ഒക്കെ പോയി കഴിഞ്ഞാൽ എത്ര ലെയർ വേണേലും ചെയ്യാം. പിന്നെ ലോങ്ങായിട്ട് വേണേലും ചെയ്യാം, ഇങ്ങനെ ഡബിളായിട്ട് നമുക്കിടാം, എങ്ങനെ വേണേലും ഇടാം. ഇത് കൊള്ളത്തില്ലേ? അപ്പോൾ ഇത് ചെയ്ത് നോക്ക്. അപ്പം ഞങ്ങളുടെ കാറ്റലോഗിനകത്ത് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ട്, പേളുകളെല്ലാം സൈസ് അനുസരിച്ച് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ വൈറ്റ് പേളാണ് നമ്മൾ എടുത്തേക്കുന്നത്, ക്രീം കളറും ഉണ്ട്. പിന്നെ ക്രിസ്റ്റൽസിന് നിങ്ങൾക്ക് ചെയ്യാം, എത്ര കളേഴ്സ് വേണേലും ആഡ് ചെയ്യാം, എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇനി നമുക്ക് കള്ളന്മാരെയും പേടിക്കേണ്ട, ആരെയും പേടിക്കേണ്ട, നമുക്ക് ഇതൊക്കെ മതിയെന്നേ, ഇതൊക്കെ പോരെ ഡ്രസ്സുകൾക്കൊക്കെ. സിൽവറിൻ്റെ ലോക്കുകളും ഗിയർ ലോക്കും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് നമ്മുടെ കാറ്റലോഗിനകത്ത് കയറി നോക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ആക്കി വെച്ചിരിക്കുകയല്ലേ, ഇനി നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി ഭാഗം ലോക്ക് ചെയ്യുന്നത് കൂടെ കാണിച്ചു തരണ്ടേ. അപ്പോൾ നമുക്കതിൻ്റെ ഇതാണ് സിൽവർ കട്ടിങ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ സിൽവർ ഹൂക്ക് ആൻഡ് ചെയിനും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഈ പേളെന്ന് പറഞ്ഞാൽ തോലുരിയുന്നുമല്ല, നല്ല പേളാണ്, സ്റ്റാൻഡേർഡ് പേളാണ്.
ഈ കട്ടിങ്സ് ആദ്യം ഇട്ടു ഇതിനകത്ത്. അത് കഴിഞ്ഞ് ഈ ഹൂക്ക് ആൻഡ് ചെയിൻ്റെ ഒരു എൻഡ് ആയിട്ട് കണക്ട് ചെയ്ത് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ എൻഡുമായിട്ട് അടുത്ത കണക്ട് ചെയ്യണം. ഇതിന് ലോങ് വേണം നിങ്ങൾക്ക്, അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇതിൻ്റെ ലെന്ത് കൂട്ടി കൊടുക്കുക. നമ്മുടെ പേളിൻ്റെയൊക്കെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ടിട്ടില്ല. ഇനി ഇതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇത് ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ. നമ്മളിങ്ങനെയൊന്നും കാണിച്ചാൽ ഡ്രസ്സായാലും ശരി, എന്ത് സംഭവമായാലും ശരി, നമ്മൾ ഇടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ലുക്ക് വരുന്നത് അല്ലേ. ഇത് പള്ളിയിൽ പോകുന്ന കുട്ടികളൊക്കെ ഇടുമ്പോഴേ നല്ല ഭംഗിയായിരിക്കും അല്ലേ. പിന്നെ കൊച്ചു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഈ ഒരു ലെവലിലേക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വലിയവരും അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ, ഈ ഇങ്ങനെ സിമ്പിളായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഇത് ഒരു ലെയർ മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 8 mm തന്നെ നിങ്ങൾ ചെയ്ത് ഇടുക, ഏറ്റവും നന്നായിരിക്കും. ബിഗിനേഴ്സ് ഓൺലൈൻ ജ്വല്ലറി ക്ലാസ്സുകൾ ആദ്യ ലെവലെല്ലാം കഴിഞ്ഞു. അത് പഠിച്ചവരെല്ലാം ഇപ്പോൾ സെക്കൻഡ് ലെവലിലേക്കും വന്നിട്ടുണ്ട്, അവർ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സെക്കൻഡ് ലെവൽ ജോയിൻ ചെയ്തവർക്കെല്ലാം ഞങ്ങൾ കിറ്റുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നത് പെരുന്നാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പലരുടെ അഭിപ്രായ പ്രകാരമാണ് അങ്ങനെ ആ തീരുമാനമെടുത്തത്. അപ്പോൾ ഈ മാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാം കൊണ്ടും നല്ലൊരു മാലയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.